Hi friends, this is our നോമ്പുതുറ വിഭവമായിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഞങ്ങൾ ഒരു നോമ്പുതുറ വിഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്ലവർ പോട്ട് ആയിരുന്നു ഇതിനു മുന്നേ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്ന നോമ്പുതുറ വിഭവം. അപ്പോൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടുവരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ സ്വന്തം ചട്ടിപ്പത്തിരിയാണ്. കോഴിക്കോട്ടുകാരായിട്ട് ഞങ്ങൾ അത് ഇട്ടില്ലെങ്കിൽ മോശമല്ലേ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക എന്നുള്ളതും എന്താണ് അതിന്റെ ടേസ്റ്റ് എന്നുള്ളതും നമുക്കൊന്ന് അറിഞ്ഞു വരാം. അതിനു മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോൾ ഞാൻ രശ്മി മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. ഞാനൊരു 8 മുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിനകത്തുനിന്ന് ഒരു 5 മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിനകത്തേക്ക് ഒഴിക്കാം. ഈ മുട്ടയിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഞാൻ എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുക്കുന്ന വീഡിയോ ക്ലിപ്പിംഗ് മിസ്സാണ്, അത് കാണിച്ചു തരുന്നില്ല, നിങ്ങളത് എടുക്കണം. അത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പാകത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി ഒരു പാനിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മളുടെ കോഴിമുട്ടേൻ്റെ മിക്സും മാറ്റി വെച്ചിട്ടുണ്ട്, മൈദപ്പൊടിയും കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് അതിൽ നിന്നൊന്ന് മാറ്റി വെക്കുക. ബാക്കിയെല്ലാം അവിടെ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് അതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കുക. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോഴിമുട്ട, ഏലക്കാപ്പൊടി, പഞ്ചസാര, ഇത്രയും സാധനം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കോഴിമുട്ട നമ്മൾ ഉപ്പേരിയൊക്കെ ആക്കുന്ന മാതിരി ഇളക്കി മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതാണ് നമ്മുടെ ചട്ടിപ്പത്തിരിൻ്റെ മെയിൻ ഫില്ലിങ്. ഇനി അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ കസ്കസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ട ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു 3 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചെടുക്കുക. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തോടെ, ഞാനിവിടെ ഒരു 5 എടുത്തിട്ടുണ്ട്, 3 എടുത്താലും മതി. ഞാനിവിടെ 5 സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. പഞ്ചസാര മധുരം കുറയ്ക്കേണ്ടവർ അതിനനുസരിച്ച് എടുക്കുക. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു 1/2 ഗ്ലാസ് പാലും, പശുവിൻ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, തേങ്ങാപ്പാലും ആഡ് ചെയ്യുക. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ട പത്തിരി റെഡിയാക്കാണ്. മൈദാനെ കൊണ്ടുള്ള പത്തിരിയാണ്. ഇത് നന്നായി ഒന്ന് കുഴച്ച് ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 5-8 പത്തിരിക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മാവിൽ നിന്ന് നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ട്. പത്തിരി നന്നായി പരത്തിയെടുക്കാം. എന്നിട്ട് അതിൽ ഓരോന്നും ഒന്ന് ജസ്റ്റ് ഒരു 2 പ്രാവശ്യം മറിച്ചിട്ടിങ്ങ് എടുത്തേക്കാം. അധികം വേവൊന്നും വേണ്ട, 1-2 പ്രാവശ്യം ഒന്ന് മറിച്ചിങ്ങോട്ട് മാറ്റി വെക്കാം. എല്ലാ പത്തിരി ഇങ്ങനെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി വെക്കാനുള്ള പാൻ എടുക്കാം. ആ പാനിലേക്ക് നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ച് എല്ലാ ഭാഗത്തും തടവിയതിന് ശേഷം ഓരോ പത്തിരികളും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോഴിമുട്ടയുടെ മിക്സിനകത്ത് മുക്കി ആ പാനിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് നന്നായി സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ് നിറയ്ക്കാം. കോഴിമുട്ടയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കസ്കസും ഏലക്കാപ്പൊടി പഞ്ചസാരയൊക്കെ കൂടെ ഉള്ള ആ മിക്സാണ് ഞാനിവിടെ നിറയ്ക്കുന്നത്. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഓരോ പത്തിരിയും അതിനകത്തേക്ക് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഓരോ ലെയറിലും ഈ ഫില്ലിങ്ങും നിറച്ച് വയ്ക്കുക. ഏറ്റവും അവസാനമുള്ള മിക്സ് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ബാക്കി വരുന്ന കോഴിമുട്ടേൻ്റെതൊക്കെ കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നമുക്ക് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് വെക്കാം. നല്ല വൃത്തിയായിട്ടൊന്ന് സ്റ്റൈലാക്കി സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇനി ഒരു കത്തി കൊണ്ട് നമ്മളിതിൻ്റെ ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ കുമിളായി പൊന്തി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് അതിൻ്റെ താഴേക്ക് പാനിൻ്റെ താഴെ ഇതേപോലെ ഒരു തട്ട് വെച്ചിട്ട് ഒരു 35-40 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ആഹാ, കണ്ട അടിയൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ചട്ടിപ്പത്തിരി ഇട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ആ തട്ട് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. നമുക്കിവിടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഈ ചട്ടിപ്പത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? പല ദിവസമായിട്ട് മിസ്സായി നിൽക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റാണ്. നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പാകത്തിന് മധുരവും നല്ല തേങ്ങയും മുട്ടയും ഒക്കെ പാകത്തിന്. നമ്മൾ അധികമായിട്ട് ചവയ്ക്കുന്നൊന്നുമില്ല. അപ്പൊ ഈ ഒരു അളവിലെടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ. മലയുടെ അടുത്ത് നോക്കി. നല്ല മധുരം, നല്ല ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമാണ് നമ്മുടെ ചട്ടിപ്പത്തിരി. ദൂരം നല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചട്ടിപ്പത്തിരി? ഇഷ്ടമായ എല്ലാവർക്കും? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നോമ്പ് തുറവാണ് ചട്ടിപ്പത്തിരി. നിങ്ങൾ എന്തായാലും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ പറയുകയും വേണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇനിയും കാണാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഞാൻ രശ്മി മനോജ് കുമാർ, സൈനിങ് ഓഫ്.